അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്നാസലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൻ്റെ അഖീദ 7ാമത്തെ പാഠഭാഗം പരിചയപ്പെട്ടിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ആ പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യോത്തരങ്ങളിലേക്ക് പോയാലോ? അജിബ് കൈഫ നുഅ്മിനു ബിൽ കുത്തുബ്. കിതാബുകളെ കൊണ്ട് നാം വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ്? പാഠഭാഗം നന്നായി വായിച്ച് മനസ്സിലാക്കിയിരുന്നല്ലോ. ഉത്തരം കണ്ടെത്താൻ കഴിയുമോ? നമ്മുടെ പാഠഭാഗത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് തന്നെയാണ് അൻസലല്ലാഹു അലാ അംബിയാഇഹിൽ കിറാമി കുത്തുബൻ വബയ്യന ഫീഹ അംറഹു വനഹിയഹു വവഅദഹു വവഈദഹു വഹിയ കലാമുല്ലാഹിൽ ഖദീമു കുല്ലുഹ ഹഖ്ഖുൻ നുഅ്മിനു ബിജമീഇഹ ഇജ്മാലൻ വബി അർബഅത്തിൻ മിൻഹ തഫ്സീല. എന്താണ് ഇതിൻ്റെ അർത്ഥം? അള്ളാഹു ബഹുമാന്യരായ നബിമാരുടെ മേൽ കിതാബുകളെ ഇറക്കി. അതിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയെയും നിരോധനത്തെയും വാഗ്ദാനത്തെയും താക്കീതിനെയും വ്യക്തമാക്കിയിരിക്കുന്നു. അത് അള്ളാഹുവിൻ്റെ പുരാതനമായ സംസാരമാകുന്നു. അതെല്ലാം സത്യവുമാകുന്നു. അവകളെ കൊണ്ടെല്ലാം മൊത്തത്തിലും അവയിൽ നിന്ന് 4 കൊണ്ട് വിശദമായും നാം വിശ്വസിക്കണം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. മാഹിയൽ കുത്തുബുൽ അർബഅ. 4 കിതാബുകൾ ഏതെല്ലാം? അല മൻ ഉൻസിലത്ത്. അവ ആരുടെ മേൽ ഇറക്കപ്പെട്ടു? നമ്മൾ പാട്ട് രൂപത്തിൽ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഒന്ന് പാടി നോക്കിയേ. എന്തായിരുന്നു പാട്ട്? തൗറാത്ത് മൂസ അബ്റാനി, സബൂർ ദാവൂദ് യൂനാനി, ഇഞ്ചീൽ ഈസ സുരിയാനി, ഖുർആൻ മുഹമ്മദ് അറബിയ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഭാഷ ഉൾപ്പെടെ ഹൈഫനിട്ട് എഴുതാം. നമുക്ക് ആദ്യം കിതാബിൻ്റെ പേര്, പിന്നെ നബിയുടെ പേര്, പിന്നെ അത് ഏത് ഭാഷയിൽ ഇറക്കപ്പെട്ടു എന്ന് പാഠഭാഗം നോക്കി എഴുതുമല്ലോ. ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൽ ഫർഖു ബൈനൽ ഖുർആനി വസാഇരിൽ കുത്തുബ്. ഖുർആൻ്റെയും മറ്റു കിതാബുകളുടെയും ഇടയിലുള്ള വ്യത്യാസം എന്ത്? ഖുർആൻ എന്ന കിതാബിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഭാഗമുണ്ടല്ലോ. 4ാമത്തത് അൽ ഖുർആനുൽ കരീം എന്ന് തുടങ്ങുന്ന ഹുവ ആഖിറുൽ കുത്തുബി നുസൂലൻ വ അഷ്റഫുഹ മൻസിലത്തൻ അൻസലഹുല്ലാഹു അലാ അഷ്റഫി അംബിയാഇഹി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ നാസിഖുൻ ലി ജമീഇൽ കുത്തുബി ഖബ്ലഹു വ ഹുക്മുഹു ബാഖിൻ ഇലാ യൗമിൽ ഖിയാമ ലാ യുംകിനു അൻ യൽഹഖഹു തഗ്യീറുൻ വലാ തബ്ദീലുൻ വഹുവ അഅ്ളമു ആയത്തിൻ അലാ നുബുവ്വത്തി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലികൗനിഹി അഅ്ളമൽ മുഅ്ജിസാത്ത് ഖദ് അഅ്ജസ ഖുദ്റത്തൽ ബശരി അനിൽ ഇത്തിയാനി ബിമിസ്ലിഹി. എന്താണ് ഇതിനർത്ഥം? അവസാനം ഇറങ്ങിയ കിതാബാണ് പരിശുദ്ധ ഖുർആൻ. അതിന് വലിയ പദവിയുണ്ട്. അതിനെ അള്ളാഹു നമ്മുടെ നേതാവായ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഇറക്കി. അത് മുമ്പുള്ള മുഴുവൻ കിതാബുകളെയും അസ്ഥിരപ്പെടുത്തി. അതിൻ്റെ നിയമം ലോക അവസാനം വരെയും ശേഷിക്കുന്നതാണ്. അതിനെ മാറ്റിമറിക്കാനോ പകരം കൊണ്ടുവരാനോ സാധ്യമല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും മഹത്തായതും തങ്ങളുടെ നുബുവത്തിൻ്റെ മേലുള്ള ഏറ്റവും വലിയ ദൃഷ്ടാന്തവുമാണ്. ഖുർആനിന് തത്തുല്യമായതിനെ കൊണ്ടുവരുന്നതിന് തൊട്ട് മനുഷ്യൻ്റെ ശക്തിയെ അത് ഇല്ലാതാക്കി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബയ്യൻ വിശദമാക്കുക. മാഫി തൗറാത്തി വസ്സബൂർ. തൗറാത്തിലും സബൂറിലും ഉള്ളതിനെക്കുറിച്ച് വിശദീകരിക്കുക അല്ലെങ്കിൽ വിവരിക്കുക. പാഠഭാഗത്തിൽ തൗറാത്തിനെക്കുറിച്ചും സബൂറിനെക്കുറിച്ചും വിശദീകരിക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അതാണ് എഴുതേണ്ടത്. തൗറാത്ത് എന്ന് മുതൽ തുടങ്ങണം. തൗറാത്തു അൻസലഹു അലാ സയ്യിദിന മൂസ അലൈഹിസ്സലാമു ഫിൽ ലുഗത്തിൽ ഇബ്രാനിയ ലി ബയാനിൽ അഹ്കാമി ശർഇയ്യ വൽ അഖായിദി സ്വഹീഹത്തിൽ മർദിയ വലി തബ്ശീരി ബിളുഹൂരി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വൽ ഇഷാറത്തി ഇല അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഅതി ബിശർഇൻ ജദീദിൻ താമിൻ യഹ്ദി ഇല ദാരിസ്സലാം. അടുത്ത പാരഗ്രാഫായിട്ട് അസ്സബൂറു അൻസലഹു അലാ സയ്യിദിന ദാവൂദ് അലൈഹിസ്സലാം ഫിൽ ലുഗത്തിൽ യൂനാനിയ ദുക്കിറത്ത് ഫീഹ അദഅയത്തുൻ വ അദ്കാറുൻ വ മവാഇളു വ ഹ്കമുൻ വലൈസ ഫീഹി അഹ്കാമുൻ ശർഇയ്യത്തുൻ ലിഅന്ന ദാവൂദ് അലൈഹിസ്സലാമു കാന മഅ്മൂറൻ ബിത്തിബാഇ ശരീഅത്തി മൂസ അലൈഹിസ്സലാം. ഇത്രയും കാര്യങ്ങളാണ് എഴുതേണ്ടത്. എന്താണെന്ന് മനസ്സിലായോ ഇതിൻ്റെ അർത്ഥം? തൗറാത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മേൽ അബ്രാനി ഭാഷയിലാണ് ഇറങ്ങിയത്. അതിൽ വിശദമാക്കുന്നത് ശർഇയായ നിയമങ്ങളെയും തൃപ്തികരമായ ശരിയായ വിശ്വാസങ്ങളെയുമാണ്.
നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവ് കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയും രക്ഷയുടെ ഭവനത്തിലേക്ക് നയിക്കുന്ന സമ്പൂർണ്ണമായ പുതിയൊരു നിയമവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരും എന്നതിലേക്ക് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയുമാണ് തൗറാത്തിനെ അള്ളാഹു ഇറക്കിയത്. ഇനി അടുത്ത പാരഗ്രാഫ് സബൂറിനെ കുറിച്ചാണ്. സബൂർ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മേൽ യുനാനി ഭാഷയിലാണ് ഇറക്കപ്പെട്ടത്. അതിലെന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? പ്രാർത്ഥനകളും ദിക്റുകളും ഉപദേശങ്ങളും തത്വജ്ഞാനങ്ങളുമാണ് അതിൽ പറയപ്പെട്ടിരിക്കുന്നത്. ശർഈയായ വിധികൾ അതിലില്ല. കാരണം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശരീഅത്തിനെ പിൻപറ്റാൻ കൽപ്പിക്കപ്പെട്ടവരായിരുന്നു. അപ്പോൾ ഈ ചോദ്യവും മനസ്സിലായല്ലോ. ഇനി അടുത്തതായി അൽ ഉമൂർ അല്ലത്തി തദുല്ലു അല ഇഴ്ജാസുൽ ഖുർആൻ. ഖുർആനിൻ്റെ അത്ഭുതങ്ങളുടെ മേൽ അറിയിക്കുന്ന കാര്യങ്ങളെ വിശദീകരിക്കുക എന്നാണ് നമ്മുടെ പാഠഭാഗത്തിൽ സെക്കൻഡ് ലാസ്റ്റായിട്ട് തന്നിരിക്കുന്ന പാരഗ്രാഫാണ് ആൻസർ. ഫിൽ ഖുർആനി ഉമൂറുൻ തദുല്ലു അലാ ഇഴ്ജാസിഹി മിൻഹ ഇഖ്ബാറുഹു അൻ ഉമൂരി മഗീബത്തിൻ വഹറത്ത് കമാ അഖ്ബറ വമിൻഹ അന്നഹു ലാ യുമില്ലുഹു സംഉ മഹ്മാ തകററ വമിൻഹ ജംഉഹു ലിഉലൂമിൻ ലം തകുൻ മൗജൂദത്തൻ ഇൻദൽ അറബി വൽ അജമി വമിൻഹ ഇൻബാഉഹു അനിൽ വഖാഇൽ മാളിയ വഅഹ്വാലിൽ ഉമമി സാബിഖ ഹാലു അന്നൽ മുനസ്സല അലൈഹി കാന ഉമ്മിയൻ ലാ യക്തുബു വലാ യഖറഉ. എന്താണ് അർത്ഥം? ഖുർആനിൻ്റെ അത്ഭുതങ്ങളുടെ മേൽ അറിയിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് അദൃശ്യമായ കാര്യങ്ങളെക്കുറിച്ച് വാർത്ത അറിയിക്കുന്നു. എത്ര ആവർത്തിച്ചാലും കേൾവിക്ക് മടുപ്പുണ്ടാകുകയില്ല. അറബിയുടെയും അനറബിയുടെയും അടുക്കൽ കിട്ടാത്ത അറിവുകളെ ഒരുമിച്ച് കൂട്ടി കഴിഞ്ഞ സംഭവങ്ങളെക്കുറിച്ചും കഴിഞ്ഞ സമുദായങ്ങളുടെ അവസ്ഥകളെക്കുറിച്ചും അറിയിക്കുന്നു. ഇതെല്ലാം എഴുത്തും വായനയും അറിയാത്ത ഉമ്മയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഇറക്കപ്പെട്ട ഖുർആനിൻ്റെ അത്ഭുതങ്ങളിൽപ്പെട്ടതാണ്. അടുത്തത് കമ്മിൽ പൂരിപ്പിക്കുക. അർബഅത്തും മിൻ കുത്തുബിൻ ഡാഷ് അലാ ഖൈരിൽ മല. പാഠപുസ്തകം നോക്കി പൂരിപ്പിക്കാമല്ലോ. അപ്പോൾ ചോദ്യോത്തരങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരമായി എന്ന് തോന്നിയാൽ കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യാനും ഇനിയും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.